അപ്പോൾ ഗൈസ് നമ്മളിതാ കാത്തിരുന്ന് നമ്മളൊരു മൈക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു ബഡ്ജറ്റ് മൈക്കുകളിൽ നല്ല പ്രമുഖനായ ഒരു ആളാണ് ഇവൻ. ബോയയുടെ BY-M1 എന്ന കോഡ് നെയിമിലുള്ളൊരു മൈക്കാണിത്. അത്യാവശ്യം ഏകദേശം എനിക്ക് ഇത് കോസ്റ്റ് ചെയ്ത് ഏകദേശം 750 റുപ്പീസാണ്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇന്നാണ് നമുക്ക് സാധനം പാക്കേജ് കിട്ടിയത്. ഞാൻ അത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് യൂസ് ചെയ്തൊക്കെ നോക്കി എങ്ങനെയുണ്ട് ക്ലാരിറ്റി ഒക്കെ വരാം. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്തായാലും എനിക്ക് തരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അതിൽ കാണാം ബോയ എന്നുള്ള ബ്രാൻഡ് നെയിമാണ് ഇതിലുള്ളത്. ലാവലിയർ മൈക്രോഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. BY-M1 എന്നാണ് കോഡ് നെയിം. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സൊക്കെ ഏകദേശം കണ്ടു എന്നറിയാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ MRP നമുക്ക് ഇതിലൊന്ന് കാണാം. MRP റുപ്പീസ് ഏകദേശം 1650 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആമസോണിൽ സെല് ചെയ്യുന്ന പ്രൈസ് ഏകദേശം ഇപ്പോഴത്തെ പ്രൈസ് ഒരു 750 റുപ്പീസാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ തുറന്നിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുക. ഏകദേശം അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കിതിൽ കിട്ടുന്ന ഒരു സാധനം പറയുന്നത് ഏകദേശം ഒരു ബാഗാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള പോലെ തന്നെ ഒരു ബാഗാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ബാഗിൻ്റെ ഒപ്പം തന്നെ ഒരു യൂസർ മാനുവലുകൾ അങ്ങനെയുള്ള കുറച്ചുള്ള സംഭവങ്ങൾ, ടെക്സ്റ്റ് ബുക്ക്, പല ലാംഗ്വേജസിലുള്ളൊരു യൂസർ മാനുവൽ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അത് നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം. പിന്നെ ഇതിലുള്ളത് എന്താ വെച്ചാൽ ഒരു വാറണ്ടി കാർഡാണ് തോന്നുന്നു. അതെ, വാറണ്ടി കാർഡാണ്. അതിൻ്റെ വാറണ്ടീൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ എഴുതിയൊരു വാറണ്ടി കാർഡാണ് ഇതിൽ വേറെ ഉള്ളത്. അത് നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം. പിന്നുള്ളത് നമുക്കിതിലൊരു ബാറ്ററി വരുന്നുണ്ടായിരുന്നു. ആ ബാറ്ററി വരുന്നതിൻ്റെ ഒരു കവറും അതേപോലെ തന്നെ നമ്മുടെ വലിയ മറ്റേ ആംപ്ലിഫയറിലൊക്കെ കണക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു അഡാപ്റ്ററും കൂടിയാണ് ഇതിൽ വരുന്നത്. നമ്മളിത് 3.5 mm ഇത് വലിയ ഇതിലേക്ക് വേണ്ട അഡാപ്റ്ററാണ് ഇതിൽ വരുന്നത്. അതും നമുക്ക് ഈ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ ഒരു സിലിക്ക ജെല്ലിൻ്റെ ഒരു സാഷൻ. പിന്നെ നമുക്ക് മൈക്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററി ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു ബോയയുടെ ബ്രാൻഡിങ് ഉള്ള നല്ലൊരു ഒരു കവറ്, ഒരു ക്യാരിങ് കേസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത് നമ്മളെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് തുറക്കുക. കണ്ടില്ല, ഇങ്ങനെ തുറന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്നത്. ഇതിൽ നമ്മൾ ഈ വിൻഡ് വിൻഡ് ബുഷും അതേപോലെ തന്നെ ഇതും ഈ ഒരു നമ്മൾ ഷർട്ടിൻ്റെ അവിടെ ക്ലിപ്പ് ചെയ്യുന്ന ഇതും വേറെ ആയിട്ടാണ് വരുന്നത്. ഞാൻ അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തതാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആട്ടോ വരിക. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം, ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടൻസറാണ്. അത് നമ്മളിതുകൊണ്ട് തുറക്കുമ്പോൾ ഇവിടെ മൈക്ക് ബാറ്ററി ഇടാനുള്ളൊരു ഇതും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. പിന്നെ കാണാം ക്യാമറയിൽ നിന്ന് ഓഫാക്കാനും ഓണാക്കാനുള്ള ജസ്റ്റ് ഒരു സ്വിച്ചും വരുന്നത്. സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് മൈക്ക് ഓൺ പൊസിഷനിൽ വേണ്ടാന്നാണ് ഇപ്പോൾ അതിൽ ഇവർ ജസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുത്ത പോലെ നമുക്ക് തോന്നുന്നത്. വലിയ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കേബിൾ ഇതിൽ വരുന്നുണ്ട്. അവിടെ 3.5 mm ഒരു ഇതും വരുന്നുണ്ട്. ഒരു ഒരു ജാക്കും ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ലാവലിയർ മൈക്കിൻ്റെ ഇത് വരുന്നത്. ലാപ്പിൻ്റെ ഇത് കുത്തുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫിസിക്കൽ ഓവർവ്യൂ വരുന്നത്. ഇതിൻ്റെ ടെസ്റ്റിംഗ് ഫുട്ടേജസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇനിയിപ്പോൾ ഓരോ ഇതിലായിട്ട് ചെയ്യാൻ പറ്റും. ഇത് തുറന്ന ഏകദേശം നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കേബിളാണ്. നമുക്കൊരു റൂം മുഴുവൻ ചിലപ്പോൾ നമ്മളാണെങ്കിൽ ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് മൈക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട് ഒരു സംഭവം. ഈ ഒരു കോഡും കൂടെ അയച്ചാൽ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഇതാണ് വരുന്നത്. ഞാൻ ചെറിയൊരു ടെസ്റ്റിംഗ് ഒക്കെ നമ്മുടെ DSLR വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ടാണ് ഇതിൽ വന്നത്. ഒരു ബഡ്ജറ്റിൽ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്നത് പറയുന്നത് പിന്നെ റോഡിൻ്റെ ലാവലിയർ മൈക്ക് വരുന്നുണ്ട്. അത് ഏകദേശം 5500 റുപ്പീസിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു മൈക്കാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത്. DSLR കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഇൻപുട്ട് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ബുഷ് ഉള്ളതുകൊണ്ട് വിൻഡ് പ്രൊട്ടക്ഷനും അങ്ങനത്തെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും ഭയങ്കര വിൻഡി അറ്റ്മോസ്ഫിയറിലൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി ഒരു ഡെഡ് കാറ്റ് പോലത്തെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൈക്കരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്രിസ്പായിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് വേറെ പ്രശ്നം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് PC-യിൽ കുത്തിയാലോ ലാപ്പിൽ കുത്തിയാലോ എടുക്കില്ല. ഇതിന് നമ്മളൊരു കൺവേർട്ടർ വാങ്ങണം. ഇതിപ്പോൾ ഏകദേശം കണ്ടില്ല, ഇത് 4 ഇതുള്ളതാണ്. 4 ഡോട്ടുള്ള ടൈപ്പാണ്. TRRS പറഞ്ഞ ടൈപ്പ് കണക്ടറാണ് ഇത് വരുന്നത്.
പിന്നെ നമുക്കൊരു TRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചെറിയൊരു പിൻ ഇതാ ഏകദേശം നമ്മളിപ്പോൾ ഇത് കാണിച്ചു തന്നില്ല ഇവിടെ ഇത് കാണിച്ചു തന്നില്ല ഇതുപോലത്തെ ഒരു വേറെ കണക്ടർ നമ്മൾ ഇതിന് മറ്റേ ലാപ്ടോപ്പിൽ കുത്താനായിട്ട് വാങ്ങണം എന്നാണ് ഞാൻ പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് പ്രീമിയർ പ്രോയിൽ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നോക്കിയപ്പോൾ ഇതുകൊണ്ട് അത് സാധ്യമാവുന്നില്ല. കാരണം ലാപ്ടോപ്പിൻ്റെ ഇൻബിൽറ്റ് മൈക്ക് തന്നെയാണ് അത് ക്യാപ്ചർ ചെയ്യുന്നത്. ഈ മൈക്ക് എന്നുള്ള ഓഡിയോ അത് ക്യാപ്ചർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ അങ്ങനെയുള്ള സോഴ്സസിലൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഡാപ്റ്റർ ഇതിന് വേണ്ടി വരുന്നത്. പിന്നെ ഇത് GoPro ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ മൈക്ക് GoPro ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ GoProയുടെ 3.5mm ഉള്ള അഡാപ്റ്റർ ഉണ്ട്. അത് ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് പറഞ്ഞാൽ ഏകദേശം 4,900 റുപ്പീസാണ് വരുന്നത്. നിങ്ങൾക്കത് കുറഞ്ഞ സോഴ്സിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിന് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് എങ്ങനെയും എന്നെ ഒന്ന് അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ നേരത്തെ നിന്ന് ഒരു മാസം മുമ്പത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 4,900 റുപ്പീസാണ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബിൽഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബിൽഡ് കണ്ടില്ലേ, ഇതൊരു മെറ്റലാണ്. ഇതൊരിക്കലും ഒരു പ്ലാസ്റ്റിക് അല്ല. ഇതൊരു കണ്ടില്ലേ, നമ്മളിതിൻ്റെ തിരിക്കുമ്പോൾ ഒച്ച കിട്ടില്ലേ, ഇത് സോളിഡ് മെറ്റലാണ്. നല്ലൊരു ഇതുള്ള സംഭവമാണ്, നല്ലൊരു ഡെൻസിറ്റി അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള സംഭവമാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഹാങ് ചെയ്യാനുള്ളൊരു ചെറിയ ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ബെൽറ്റിലോ ഷർട്ടിൻ്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പാൻറ്റിലോ ഹാങ് ചെയ്യാനുള്ള ചെറിയൊരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല മെറ്റൽ സാധനം തന്നെ. നല്ല ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ വയർ നല്ല നീളമുണ്ട്. അപ്പോൾ ഇതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ട് നടക്കണമെങ്കിൽ ചിലപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു വെൽക്രോ വെച്ചിട്ട് ഇവിടെ വെൽക്രോ ഉണ്ട് ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വെൽക്രോ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കിത് വൃത്തിക്ക് കൊണ്ടുനടക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഇത് അതുപോലെ മെസ്സി ആവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നപ്പോൾ തന്നെ നമുക്ക് കണ്ടില്ല മെസ്സി ആയി. നമ്മളിതിന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹെഡ് വരുന്നത്. ഏകദേശം ഈ ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ ഇതാണ് നമ്മൾ കോളറിൽ പിൻ ചെയ്യുന്ന സ്ഥലം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് കൈ പിടിച്ചിട്ട് നമുക്ക് പറയണമെങ്കിൽ പറയാം. എനിക്കിത് ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസ് ബ്രാക്കറ്റിൽ വെച്ചിട്ട് ഏകദേശം ഏറ്റവും നല്ലൊരു മൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ മൈക്കിൻ്റെ ടെസ്റ്റ് ഫൂട്ടേജസും അങ്ങനെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ ഒപ്പീനിയൻ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒട്ടനവധി അൺബോക്സിങ്ങുകളും വണ്ടിയുടെ റിവ്യൂസും അങ്ങനെയുള്ള പല കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. താങ്ക് യു.